+1 മലയാളം പരീക്ഷയ്ക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ച 8 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം: വൃദ്ധ, പെൺകുട്ടി, പത്മാക്ഷി എന്നീ കഥാപാത്രങ്ങളിലൂടെ സ്ത്രീജീവിതത്തിന്റെ വ്യത്യസ്ത മുഖങ്ങളെയാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ ആവിഷ്കരിക്കുന്നത്. പരിശോധിച്ച് നിരൂപണം തയ്യാറാക്കുക. ഇത് 2020 നടന്ന ബോർഡ് എക്സാമിലെ ചോദ്യമാണ്. ഉത്തരം: 3 സ്ത്രീ കഥാപാത്രങ്ങൾ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലുണ്ട്. വൃദ്ധ, നവവധുവായ പെൺകുട്ടി, പത്മാക്ഷി. വൃദ്ധയുടെ സംഭാഷണങ്ങളിൽ കൂടിയാണ് അവരുടെ തന്നെ ജീവിതം ഇതൾ വിരിയുന്നത്. വള്ളത്തോൾ വന്ന ഒരു സമ്മേളനത്തിൽ കുട്ടിക്കാലത്ത് കവിത വായിച്ച ഓർമ്മ വൃദ്ധ പങ്കുവയ്ക്കുന്നുണ്ട്. പെണ്ണായാൽ ചോറും കറിയും വയ്ക്കണം, പെറണം എന്ന ചിന്താഗതി പുലർത്തുന്ന ഒരു വീട്ടിൽ വിവാഹിതയായി വന്നു എങ്കിലും വൃദ്ധ എഴുത്തിലൂടെ തന്റെ മനോവ്യാപാരങ്ങൾ കുറിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയ ഒരു സ്ത്രീയെക്കുറിച്ചാണ് അവർ എഴുതിയ ഒരു കഥ. സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയുകയും കുടുംബത്തിൽ തളയ്ക്കപ്പെട്ടുപോയ വ്യവസ്ഥിതിയെ ഉൾക്കൊണ്ട് ജീവിക്കുകയുമാണ് വൃദ്ധ. സമൂഹത്തിലെ ഒരു വിഭാഗം സ്ത്രീകൾ ഇങ്ങനെ തന്നെയാണ്. ചിറകുകളുടെ ശക്തി തിരിച്ചറിയാതെ പറക്കാൻ ശ്രമിക്കാതെ കഴിയുന്നവർ. 2-3 വാക്യങ്ങളല്ലാതെ കഥയിലെ പെൺകുട്ടി ഒന്നും സംസാരിക്കുന്നില്ല. കൃത്യമായ ഒരു പേര് പോലും അവൾക്കില്ല. വളരെ പതുക്കെ പെൺകുട്ടി വൃദ്ധയിൽ ആകൃഷ്ടയാകുന്നു. കാരണം ആ ജീവിതത്തിന്റെ തുടർച്ചയാണ് എന്റെ ജീവിതവും എന്ന തിരിച്ചറിവാണത്. അവളുടെ ഭർത്താവും പുരുഷാധികാരത്തിന്റെ പ്രതീകമാണ്. അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാനന്റെ ഈർഷ്യ ഭർത്താവിൽ നിന്ന് അവളും നേരിടുന്നു. എന്നാൽ വൃദ്ധയിൽ നിന്നും വ്യത്യസ്തമായി പ്രതികരിക്കാൻ, തന്റെ വ്യക്തിത്വം നിലനിർത്താൻ അവൾ ധീരത കാണിക്കുന്നുണ്ട്. വിവാഹത്തിന് പോകാതെ ഇരിക്കാനുള്ള തീരുമാനം അവൾ സ്വയം എടുക്കുന്നതാണ്. പ്രതികരണശേഷിയുള്ള സ്ത്രീകളുടെ പ്രതിനിധിയായി പെൺകുട്ടിയെ കാണാം. ആ വീട്ടിലെ ജോലിക്കാരിയാണ് പത്മാക്ഷി. "ഓ, തുടങ്ങിയോ പരീക്ഷയ്ക്ക് പഠിക്കാൻ" എന്ന പത്മാക്ഷിയുടെ വാക്കുകളിൽ തന്നെ വീട്ടിലെ മറ്റുള്ളവർക്ക് വൃദ്ധയോടുള്ള സമീപനം വ്യക്തമാകുന്നു. പെണ്ണ് വീടിനുള്ളിൽ കഴിയേണ്ടവളാണെന്നും ചോറും കറിയും വെച്ച് ഭർത്താവിനെയും കുട്ടികളെയും പരിചരിക്കുകയാണ് അവളുടെ ധർമ്മമെന്നും സ്വയം ഒരു വിഭാഗം സ്ത്രീകളുടെ ഇടയിൽ തന്നെയുണ്ട്. അവരുടെ പ്രതിനിധിയാണ് പത്മാക്ഷി. ഇങ്ങനെ സ്ത്രീ സമൂഹത്തിന്റെ വ്യത്യസ്ത മുഖങ്ങൾ ഈ കഥയിൽ കഥാകാരി അനാവരണം ചെയ്യുന്നു. അടുത്ത ചോദ്യം: ഒരേ സമയം തന്നെ സ്വാതന്ത്ര്യമോഹത്തിന്റെയും അതിജീവനത്തിന്റെയും ആശങ്കയുടെയും കവിതയായി മത്സ്യം നിലകൊള്ളുന്നു. പ്രസ്താവനയെ വിശകലനം ചെയ്ത് മത്സ്യം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുക. 2015 നടന്ന ബോർഡ് എക്സാമിലെ ചോദ്യമാണ്. ഉത്തരം: സ്വാതന്ത്ര്യദാഹിയായ മനുഷ്യന്റെ പ്രതീകമായാണ് മത്സ്യം എന്ന കവിതയിൽ മത്സ്യത്തെ അവതരിപ്പിക്കുന്നത്. ആഴക്കടലിൽ തിരകളോട് മത്സരിക്കുന്ന ചെറു മത്സ്യം തന്നെ പിടികൂടാൻ കാത്തിരിക്കുന്ന എല്ലാ അപകടങ്ങളെയും അതിജീവിക്കുന്നു. മണൽത്തരിയോളം വലിപ്പമുള്ള ഒരു മത്സ്യം കടൽത്തിരകളോട് മത്സരിച്ച് വേലിയേറ്റങ്ങളെയും വേലിയിറക്കങ്ങളെയും അതിജീവിച്ച് വലക്കണ്ണികൾക്കും ചൂണ്ടക്കൊളുത്തുകൾക്കും പിടി നൽകാതെ ജീവിക്കുന്നു. സ്ഥാപനവൽക്കരിക്കപ്പെട്ട എല്ലാറ്റിൽ നിന്നും വഴുതിമാറുന്ന സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്നവരുടെ പ്രതിനിധിയാണ് മത്സ്യം. കടലാണ് മത്സ്യത്തിന്റെ ലോകം. കടലിന്റെ ഭാവം വന്യമാണ്. അവിടെ അതിജീവനത്തിനായി പൊരുതുകയാണ് ചെറുമത്സ്യം. അവനെ കീഴ്പ്പെടുത്താൻ കടലിന്റെ ഭ്രാന്ത് പിടിച്ച രക്തം ദാഹിക്കുന്നുണ്ട്. ചുട്ടുപഴുത്ത സൂചിപ്പൊട്ട് പോലെ ആ രക്തപ്രവാഹത്തെ മുറിച്ച് മത്സ്യം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആത്മപ്രതിരോധത്തിന്റെ ചിത്രം ഇവിടെയുണ്ട്. കടൽ തിളച്ചുമറിയുകയും ഭ്രാന്തമായ ഹിംസാത്മകത്വം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. മത്സ്യം കടലിനകത്ത് നിലനിൽപ്പിനായി പൊരുതുകയും അതിജീവനത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നു. വിപണിയും മതവും അധികാര വ്യവസ്ഥയും രാഷ്ട്രീയവുമെല്ലാം നിശിതമായി ആക്രമിക്കുമ്പോൾ മത്സ്യത്തിന് എത്രകാലം ഇങ്ങനെ പൊരുതി നിൽക്കാനാവും എന്ന ആശങ്കയും കവി പ്രകടിപ്പിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ ഭീതിയോടെ ആവിഷ്കരിക്കുന്നുവെങ്കിലും സ്വാതന്ത്ര്യദാഹിക്ക് പരാജയപ്പെടാൻ കഴിയില്ല എന്നും വേദനകളെയും അസ്വസ്ഥതകളെയും ശക്തിയാക്കി മാറ്റാനുള്ള കരുത്ത് അവർക്കുണ്ട് എന്നും കവി പറയുന്നു. മുമ്പേ നടക്കുന്നവരുടെ പിമ്പേ നടക്കാതെ സ്വന്തം ഇച്ഛാശക്തിക്കനുസരിച്ച് പുതുവഴി വെട്ടുന്നവർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയൂ എന്നാണ് മത്സ്യം എന്ന കവിത നൽകുന്ന സന്ദേശം. അടുത്ത ചോദ്യം: പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല, മരണമൊഴിച്ച്. സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയിലെ ആന്റോണിയോ റിച്ചിയുടെ ഈ വാക്യങ്ങൾ സിനിമയുടെ സന്ദേശമാണോ? വിശകലനം ചെയ്ത് ആസ്വാദനം തയ്യാറാക്കുക. ഇത് 2020 നടന്ന മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ്. ഉത്തരം: ലോക സിനിമയ്ക്ക് ലഭിച്ച ശ്രേഷ്ഠമായ ഒരു കലാസൃഷ്ടിയാണ് സൈക്കിൾ മോഷ്ടാക്കൾ. സൈക്കിൾ മോഷ്ടിക്കപ്പെട്ട ആന്റോണിയോ റിച്ചി എന്ന ഹതഭാഗ്യനായ ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല ഇത്. ചിത്രം തുടങ്ങുമ്പോൾ തൊട്ട് അവസാനിക്കുന്നത് വരെ നാം കാണുന്ന ആൾക്കൂട്ടവും ഇതിലെ പ്രധാന കഥാപാത്രമാണ്. കഥാനായകൻ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ആൾക്കൂട്ടവും പ്രതിഫലിപ്പിക്കുന്നത്. സൈക്കിൾ മോഷ്ടാക്കളിൽ സൈക്കിൾ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഒരു സൈക്കിൾ സ്വന്തമായി ഉണ്ടായിരിക്കുക, അത് സുരക്ഷിതമായിരിക്കുക എന്നതാണല്ലോ ഈ സിനിമയിലെ മർമ്മപ്രധാനമായ കാര്യം. ഒരു ജോലിക്ക് വേണ്ടി ഉണ്ടായിരുന്നതെല്ലാം പണയം വെച്ച് റിച്ചി തിരിച്ചു പിടിച്ച സൈക്കിളാണ് മോഷ്ടിക്കപ്പെടുന്നത്. ഇതിൽ ആകുലനായിരിക്കുന്ന കഥാനായകന്റെ മുന്നിലൂടെ എണ്ണമറ്റ സൈക്കിളുകൾ കടന്നുപോകുന്നു. പണയപ്പീടികയിലും മാർക്കറ്റിലും ധാരാളം സൈക്കിളുകൾ നാം കാണുന്നു.
ആദ്യ ദൃശ്യത്തിൽ കഥാനായകനോട് സൗമനസ്യം കാണിക്കുകയും തുടർന്നുള്ള ദൃശ്യത്തിൽ അയാളെ പരിഹസിക്കുകയും ചെയ്യുന്ന സൈക്കിളുകൾ അന്ത്യരംഗത്തിൽ അയാളെ പ്രലോഭിപ്പിക്കുന്നു. അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സൈക്കിൾ കവർന്നെടുക്കുക ഒരു സ്വാഭാവിക പ്രക്രിയയായി മാറുന്നു. സൈക്കിൾ സ്വന്തമാക്കി ജോലി നേടിയ അന്റോണിയോ റിച്ചിക്ക് സൈക്കിൾ ജീവിതപ്രശ്നമായി മാറുന്നു. രണ്ടാം ലോക യുദ്ധത്തിനു ശേഷമുള്ള ദാരിദ്ര്യവും തൊഴിലില്ലായ്മയുമെല്ലാം സൈക്കിൾ മോഷ്ടാക്കളിൽ ദൃശ്യമാണ്. സിനിമയിൽ കാണുന്ന ആൾക്കൂട്ടം മുഴുവൻ തൊഴിൽ അന്വേഷിക്കുന്നവരാണ്. ഒരു കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതമാണ് യഥാർത്ഥമായി സംവിധായകൻ ആവിഷ്കരിക്കുന്നത്. അന്റോണിയോയുടെ കുടുംബം ഭാര്യ മരിയയും മകൻ ബ്രൂണോയും അടങ്ങിയതാണ്. ഈ ചെറിയ കുടുംബം ബന്ധത്താൽ സുദൃഢമാണ്. പണയം വെച്ച സൈക്കിൾ തിരിച്ചെടുക്കാൻ വീട്ടിലെ തുണികൾ പണയം വയ്ക്കാൻ മരിയ തയ്യാറാകുന്നു. ബ്രൂണോയും അന്റോണിയോയും തമ്മിലുള്ള ബന്ധവും ഊഷ്മളമാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം വൈകാരിക പിന്തുണ നൽകുന്ന കുടുംബമാണ് അവരുടേത്. എല്ലാ പ്രശ്നങ്ങളെയും സമചിത്തതയോടെ നേരിടാനും പരിഹാരം കാണാനും റിച്ചിക്കും കുടുംബത്തിനും കഴിയുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. സൈക്കിൾ സ്വന്തമായാൽ ജീവിതം പുഷ്ടിപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ് പുതപ്പ് പണയം വെച്ച് സൈക്കിൾ സ്വന്തമാക്കുകയായിരുന്നു റിച്ചി. ഒടുവിൽ സൈക്കിൾ മോഷ്ടിക്കപ്പെടുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ അതിനായി തെരുവോരങ്ങളിൽ അന്വേഷിച്ച് നടക്കുന്നു. സൈക്കിൾ മോഷ്ടാവെന്ന് മുദ്ര കുത്തപ്പെടുമ്പോഴും തളരാതെ റിച്ചി അതിനെയും അതിജീവിച്ചു. മരണമൊഴികെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന ശുഭാപ്തി വിശ്വാസമായിരുന്നു റിച്ചിയെ ജീവിതത്തിലുടനീളം നയിച്ചത്. അടുത്ത ചോദ്യം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനർഘ നിമിഷം, ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സന്ദർശനം എന്നീ രചനകൾ അനിവാര്യമായ വേർപാടിനെ വ്യത്യസ്തമായ രീതികളിൽ അവതരിപ്പിക്കുന്നു. ഈ അഭിപ്രായം ശരിയാണോ എന്ന് പരിശോധിക്കുക. ഇത് 2017 നടന്ന ബോർഡ് എക്സാമിലെ ചോദ്യമാണ്. ഉത്തരം: വേർപാടിന്റെ വേദനയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടും ബഷീറും അവതരിപ്പിക്കുന്നത്. വർത്തമാന കാലത്ത് നിന്നുകൊണ്ട് രണ്ട് പ്രതിഭകളും ഭൂതകാല സ്മൃതികളിലേക്ക് ഉളിയിടുന്നു. അപ്പോൾ സന്തോഷത്തിന്റെ, ഒരുമിച്ചു ചേരലിന്റെ നിമിഷങ്ങൾ മനസ്സിലെത്തുന്നു. ആ നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവർ ഏകാകികളും ദുഃഖിതരുമാകുന്നു. ഒരേ വൈകാരികാവസ്ഥയാണ് രണ്ട് എഴുത്തുകാരും ആവിഷ്കരിക്കുന്നത്. ചില നിമിഷങ്ങളിൽ ഏകാഗിയായ പ്രാണൻ അർത്ഥനായി ഭൂതകാലത്തിലൂടെ അലയും. ഉള്ളിലപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവളുടെ മുഖം ജനനാന്തര സാന്ത്വനമായി കരുണാർദ്രതയോടെ ഉദിച്ചുയരുന്നു. ഇന്നിൻ്റെ മുഖങ്ങൾക്ക് ഇന്നലെയുടെ സ്മൃതികൾ ഔഷധമാകുന്നത് കവി സൂക്ഷ്മമായി ചിത്രീകരിക്കുന്നു. ഏകാന്തതയുടെ, വിരഹത്തിൻ്റെ നിമിഷങ്ങളിൽ ഇന്നലെയുടെ സ്മരണകൾ സാന്ത്വനമാകുന്നു. അനർഘ നിമിഷത്തിൽ ബഷീറും കാലം ഇത്രയും അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചവളെ സ്മരിക്കുന്നു. അപ്പോൾ തന്നിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിന്റെ സാന്ദ്രത കഥാനായകൻ തിരിച്ചറിയുന്നു. സ്നേഹിച്ചുകൊണ്ട് തന്നെയാണ് യാത്രയാകുന്നത്. ബാലചന്ദ്രൻ ചുള്ളിക്കാടും സ്വന്തം കൃതികളിലൂടെ അവതരിപ്പിക്കുന്നത് സമാനമായ വൈകാരികാവസ്ഥയാണ്. സ്നേഹവും വിരഹവും അതിൻ്റെ വേദനകളുമാണ് പ്രധാന വിഷയം. സന്തോഷവും ദുഃഖവും വിരഹവുമെല്ലാം ഇടകലരുന്ന പ്രണയത്തിന്റെ ലോകം ഇവിടെ കൃത്യതയോടെ വിടർന്നു വരുന്നു. ഏകാന്തതയിലേക്ക് വലിച്ചെറിയപ്പെടുന്നവന് ഒരേയൊരഭയം ഓർമ്മകളാണ്. സ്നേഹത്തിന്റെ സ്മരണകൾ പോലും സാന്ത്വനമാകുന്നു. സ്നേഹത്തിന്റെ നിഴലായി വിരഹവും വേദനയുമുണ്ട് എന്നതാണ് സത്യം. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ എഴുത്തുകാരെയാണ് നാം സന്ദർശനത്തിലും അനർഘ നിമിഷത്തിലും കാണുന്നത്. അടുത്ത ചോദ്യം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശഭരിതമായ ഒരു ഉജ്ജ്വല മുഹൂർത്തം അവതരിപ്പിക്കുന്നതോടൊപ്പം സാമൂഹിക ജീവിതവും വ്യക്തിജീവിതവും തമ്മിലുള്ള സംഘർഷവും അനാവരണം ചെയ്യുന്നു. ലാത്തിയും വെടിയുണ്ടയും സമർത്ഥിക്കുക. ഇത് 2016 നടന്ന ബോർഡ് എക്സാമിലെ ചോദ്യമാണ്. ഉത്തരം: തങ്കം നായരുടെ ഈ വിചാരങ്ങൾ വിരുദ്ധമായ രണ്ട് കാഴ്ചപ്പാടുകളുടെ ഫലമാണ്. കുട്ടികൾ വിപ്ലവകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നു കരുതിയാണ് അപ്പുവിനെയും മധുവിനെയും ശ്രമപ്പെട്ട് നാട്ടിലയച്ചത്. തൻ്റെ മക്കൾ വീരവാനര സേനയിൽ ചേർന്ന് അപകടത്തിൽ ചാടരുതെന്ന് തങ്കം നായർ എന്ന അമ്മ ആഗ്രഹിച്ചു. ഇത് സ്വാർത്ഥതയാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ടെങ്കിലും ഒരമ്മയുടെ പ്രായോഗിക ബുദ്ധിയാണ് നാം കാണുന്നത്. സ്വന്തം സുഖസൗകര്യങ്ങളും ഭർത്താവിൻ്റെ ഉദ്യോഗവുമെല്ലാം അവർക്ക് പ്രധാനമാണ്. പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ഇത് ശരിയാണു താനും. ഇതിന് ഘടകവിരുദ്ധമായ ചിന്തയും തങ്കം നായരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. സമരം നടത്തുന്ന സ്വാതന്ത്ര്യ ഭടന്മാരോടൊത്തു നിൽക്കാനും അവർ ആഗ്രഹിക്കുന്നു. ഞാനും ഇന്ത്യക്കാരിയാണ്, ഞാനും നിങ്ങളുടെ കൂടെയാണ് എന്ന് ഉറക്കെ പറയാൻ അവരുടെ മനസ്സിൽ ആഗ്രഹം തോന്നാറുണ്ട്. അതിന് കഴിയാത്തതിൽ അവർക്ക് കുറ്റബോധവുമുണ്ട്. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നടക്കുന്ന സംഘർഷമാണ് തങ്കം നായരിൽ നടക്കുന്നത്. ശരിയും തെറ്റും തമ്മിൽ ഒരു സംഘർഷം ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. ശരിയെന്ന് ബോധ്യമുള്ള കാര്യവും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. നല്ല ആദർശങ്ങൾ മനസ്സിലുള്ളതുകൊണ്ട് മാത്രം അത് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. സ്വന്തം സുഖസൗകര്യങ്ങൾ ത്യജിച്ച് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി പൊരുതുന്നവരാണ് മഹത് വ്യക്തികൾ. സാധാരണക്കാർക്ക് പലപ്പോഴും അതിനുള്ള ഇച്ഛാശക്തിയില്ല. പ്രായോഗിക ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങൾ അവരെ പലപ്പോഴും മുന്നോട്ട് വലിക്കും. തങ്കം നായരുടെ ഉള്ളിൽ നടക്കുന്ന സംഘടനവും ഇതിനു സമാനമാണ്. അതിൽ അവർക്ക് കുറ്റബോധമുണ്ട്. താൻ സ്വാതന്ത്ര്യ സമര സേനാനികളോടൊപ്പമാണ് നിൽക്കേണ്ടതെന്ന് അവർക്കറിയാം. എന്നാൽ അവർക്ക് അതിനു കഴിയുന്നില്ല. സുഖസൗകര്യങ്ങളും പദവികളും ഉപേക്ഷിച്ചാലേ ദേവകി മാനമ്പള്ളിയുടെ
പാതയിൽ സഞ്ചരിക്കാനാവും. ആദർശവും പ്രായോഗികതയും തമ്മിലുള്ള സംഘർഷമാണ് തങ്കം നായരുടെ നിലപാടുകളുടെ വ്യത്യസ്തതയ്ക്കു കാരണം.